ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ്സിൻ്റെ തദ്രീബു തിലാവയിലെ അദ്ദർസു സാനി വൈഷ്റൂൻ 22ാമത്തെ പാഠം. എന്താണ് നമുക്ക് ഇവിടെ വരുന്നത്? ചിത്രത്തിൽ എന്താണ്? നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്ന അക്ഷരം ഏതാണ്? ഇവിടെ ചിത്രത്തിൽ മാന്, ദീർ അല്ലേ, ദീർ. അപ്പം നമ്മൾ അറബിയിൽ എന്താണ് മാനിന് പറയാ? അസാൽ. അസാൽ. ഐന് ആയിന്. ആയിന് നമ്മൾ കഴിഞ്ഞ പാഠത്ത് പഠിച്ചു. ഇത് ആയിന്, ആയിന്. അപ്പോൾ അസാൽ, അസാൽ. അടുത്ത് നമുക്ക് അയിനിൻ്റെ വ്യത്യസ്ത എഴുത്തുരീതിയും ഹർക്കത്തുകളും മാറുമ്പോഴുള്ള ഉച്ചാരണവും. അപ്പോൾ നമ്മൾ അയിന് ഓരോ അക്ഷരത്തോടും ചേർത്ത് എഴുതുമ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ എഴുതുന്നതൊക്കെ മനസ്സിലാക്കിയിരുന്നു അല്ലേ? അതുപോലെ തന്നെയാണ് ഈ അക്ഷരവും. ഓർബുൻ, ഓർബുൻ. ഒബാറുൻ, ഒബാറുൻ. ഒബാറുൻ. ഐദാഉൻ, ഐദാഉൻ. ഐദാഉൻ, ഐദാഉൻ. മഗ്രിബുൻ, മഗ്രിബുൻ. ആബുൻ, ആബുൻ, ആബുൻ. ബോറുൻ, ബോറുൻ. തഈബു, തഈബു. അപ്പോൾ ഇവിടെ ആദ്യത്തിൽ റാഇനോട് ചേർത്ത് എഴുതി. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ദാലിനോട് ചേർത്ത് എഴുതി. അങ്ങനെ തന്നെ ഇവിടെ ഇടയിലാണ് വന്നത് മഗ്രിബ്. രണ്ട് ഭാഗത്തും ചേർത്ത് എഴുതുന്ന അക്ഷരം അപ്പോൾ എഴുതിയേ മനസ്സിലാക്കുക. പിന്നെ ഫതഹ നീട്ടാൻ അലിഫ്. ഓബുൻ. ഓ ചേർത്ത് വാവ്, ഇടയിൽ ബാഇനോട് ചേർത്ത് എഴുതി. ബോറുൻ. ഓ. തഈ അത് തന്നെ ഐ. അപ്പോൾ തഈബു മനസ്സിലാക്കുക. ഓ ഐ. സ്വ, സ്വ. ഓ ഐ. ഓൻ, ഓൻ, ഐൻ. ഓൻ, ഓൻ, ഐൻ. ഐന്, ഐന് എഴുതുന്നത് നമ്മൾ ഐന് എഴുതിയിരുന്നു അല്ലേ? അതേപോലെ തന്നെ ഓയിന് എഴുതുന്ന രീതി മനസ്സിലാക്കുക കേട്ടോ. ഓയിൻ. ഇനി നമുക്കിവിടെ അതിൻ്റെ വ്യത്യസ്ത എഴുത്ത് രീതി വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നക്ര വായിക്കാനാണ്. ഒബറ, ഒബറ, ഒബറ. ബഅറ, ബഅറ. റബഅ, റബഅ. ബാഅ, ബാഅ. അപ്പോൾ ഇവിടെ ആദ്യത്തിൽ ഇടയിൽ ചേർത്ത് എഴുതി, അവസാനിക്കുമ്പോൾ ചേർത്ത് എഴുതി, അവസാനിക്കുമ്പോൾ ഒറ്റക്ക് എഴുതി. അപ്പോൾ ആ രീതി മനസ്സിലാക്കുക. ഇബുൻ, ഇബുൻ. അബഇ, അബഇ. തഊറു, തഊറു, തഊറു. തസ്ബീഅൻ, തസ്ബീഅൻ. അൻ. തസ്ബീഇൻ. തസ്ബീഇൻ. തസ്ബീഉൻ, തസ്ബീഉൻ. ഓക്കെ, മനസ്സിലാക്കട്ടാ. അപ്പോൾ അവിടെ അൻ, ഐൻ, ഉൻ ഒക്കെ വന്നത് മനസ്സിലാക്കുക. ഇനിയാ ഐന് ഖുർആനിൽ വന്ന ആയിനെ മനസ്സിലാക്കാം. ഇവിടെ ചെറിയ ആയത്തിൻ്റെ ഒരു ഭാഗം തന്നിട്ടുണ്ട്. എന്താണ്? ഗൈരിൽ മഗ്ളൂബി അലൈഹിം. ഗൈരിൽ, ഗൈരിൽ മഗ്ളൂബി. ഇവിടെയൊക്കെ വന്നു മനസ്സിലാക്കാം. ഗൈരിൽ മഗ്ളൂബി അലൈഹിം. അപ്പോൾ ഇവിടെ എഴുത്ത് രീതി, ഖുർആനിലെ എഴുത്ത് രീതി മനസ്സിലാക്കുക. ഇവിടെ ഐനാണ് മനസ്സിലാക്കുക. അടുത്ത എന്താണ്? ഫഅസാബകും അമ്മം ബിഅമ്മ. ഫഅസാബകും അമ്മം ബിഅമ്മ. ഇവിടെ വന്നു മനസ്സിലാക്കുക കേട്ടോ. ഇനി നക്റഉ മിനൽ ഖുർആൻ. ഖുർആനിൽ ആയിന് ചേർന്ന് വന്ന ചെറിയൊരു വേർഡ്സാണ്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അറാഇബുൻ, അറാഇബുൻ. സാഇഅൻ, സാ
ഐ അൻ അടുത്തതാ റഅബൻ തുസിഉ അപ്പോൾ ഇവിടെ ചേർത്ത് എഴുതാത്ത വന്നതുകൊണ്ട് ഇങ്ങനെ എഴുതി, ഇവിടെ ചേർത്ത് എഴുതുന്നത് കൊണ്ട് അങ്ങനെ എഴുതി, ഇവിടെ അങ്ങനെ എഴുതി. ഇവിടെ അവസാനിക്കുമ്പം ഫതഹ് തൻവീനാണ്, അതിനോട് ചേർത്ത് അലിഫ് എഴുതിയപ്പോൾ എഴുതിയ ഐന് മനസ്സിലാക്കുക. നമുക്കതിൻ്റെ ദഫ്തർ തോലിബ് അല്ലേ. അപ്പോൾ ഇവിടെ ഒസാൽ ദീർ ഒസാൽ മനസ്സിലാക്കുക. ആദ്യം നിറം നൽകാനാണ് നുലവിൻ. അപ്പോൾ ഇവിടെ ഐന് ആദ്യത്തിൽ എഴുതുന്നത്, ഇടയിൽ എഴുതുന്നത്, അവസാനിക്കുമ്പോൾ ചേർത്ത് എഴുതുന്നത് അല്ലേ. 3 രീതിയിൽ ഐന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഇതുപോലെ നമുക്ക് നിറം നൽകാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ബ്ലൂ, റെഡ്, ഗ്രീന്. നമുക്ക് ഏതൊക്കെ നിറം നൽകാം? നമുക്കിഷ്ടമുള്ള 3 കളറ് ഓരോന്നും വ്യത്യസ്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ നൽകാം. ഇതുവരെ ഒരു കളറ്, പിന്നെ ഇതുവരെയും ഒരു നിറം. അപ്പോൾ നമുക്ക് യെല്ലോ, ഓറഞ്ച്, പിന്നെ ഇവിടെ ഇല്ലാത്തൊരു കളറ് അല്ലേ നൽകാം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഇനി ഇവിടെ താഴെ നർസു മുകളിലൂടെ എഴുതാൻ എഴുത്ത് രീതി ഓയിന് മനസ്സിലാക്കി എഴുതുക, പുള്ളിടുക, ഓയിൻ. അപ്പോൾ ഒറ്റക്ക് എഴുതുമ്പോൾ ഉള്ളത് മറ്റേ ഒരക്ഷരത്തോട് ചേർത്ത് എഴുതുമ്പോൾ എഴുതുന്ന രീതി, നടുവിൽ എഴുതുമ്പോൾ എഴുതുന്ന രീതി, അവസാനിക്കുമ്പോൾ വഖഫ് ചെയ്യുമ്പോൾ നിർത്തുമ്പോൾ എഴുതുന്ന രീതി, അതൊക്കെ മനസ്സിലാക്കിയിട്ട് മുകളിലൂടെ എഴുതുക. ഇനി എന്താണ് നുക്മിലു ബിൽ മുനാസിബ്. ഇവിടെ മുകളിൽ കുറച്ച് ഐനുകൾ തന്നിട്ടുണ്ട് അല്ലേ, ഹർക്കത്തോട് കൂടിയിട്ട്. അപ്പോൾ ഇവിടെ ഈ വേർഡ്സിന് ചേർത്തത് ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതണം. നമുക്ക് ബാ എന്താ എഴുതി കൊടുക്കാം? ബാ ഒൻ, ഒന്നാമത്തത് ബാ ഒൻ, അത് എഴുതാം. പിന്നെ അടുത്തതാ ഇവിടെ ഫസ്റ്റാണ് ഓറ്, ഇത് ഇവിടേക്ക് എഴുതാം. അപ്പോൾ രണ്ടാമത്തതിന് എഴുതി ഓർബുൻ. പിന്നെ ഇടയിലാണ് വേണ്ടത് ബാലുൻ, ചേർത്ത് എഴുതുക, ലാമുന്നിലേക്ക് ചേർക്കുക ബാലുൻ. അപ്പോൾ അത് ഇത്രയും ഗ്യാപ്പിൽ നമുക്കവിടെ ചേർക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എഴുതി കൊടുത്താൽ മതി ഈ രീതിയിൽ കേട്ടോ. ബാലുൻ ഇത് മൂന്നാമത്തെ. പിന്നെ അവസാനിക്കുമ്പോൾ ഇവിടെ ബ സി ബ ഓയിൻ, അയിമിലൂടെ ചേർത്ത് എഴുതേണ്ട, ബാമിൽ ചേർത്ത് എഴുതേണ്ട ഓയിൻ. അപ്പോൾ സിബ് ഓയിൻ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അതുപോലൊക്കെ എക്സാമിന് വരാം, മനസ്സിലാക്കി പഠിക്കുക. ഇനി അടുത്ത എന്താണ്? ഇത് ഹർഫിലേക്ക് എഴുതണം. ഇവിടെ ചേർത്ത് നിൽക്കണം. അതിനെ ഓരോ ഹർഫാക്കിയിട്ട് സ്വാദ്, ബ, ഐന്, അതിൻ്റെ ഹർക്കത്തുകൾ സി ബ ഓൻ, സിബ് ഓൻ, പുള്ളിയിടുക, തന്നി ലമ്മിടുക, അങ്ങനെ എഴുതട്ടാ. അടുത്തത് ഐന് ഫസ്റ്റിൽ ഇവിടെ ചേർത്ത് തരുന്നതോ ഒറ്റക്ക് എഴുതുന്ന അക്ഷരങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ബ ഇടുക, അലിഫ് ഇടുക, ഒബാറുൻ, ഓ ബ അലിഫ് വേറെ ഇടുക, റുൻ റ ഇടുക, ലമ്മിടുക. പിന്നെ ത, പിന്നെ ഐ, അപ്പോൾ ഐന് കസറ, ഐ നീട്ടാൻ യാ, പിന്നെ ബു തഈബു, പിന്നെ ബോറുൻ, ബു ഓ പുള്ളിടുക, ലമ്മിടുക, വാവ് റുൻ, ബോറുൻ. അങ്ങനെ അക്ഷരങ്ങൾ വേർതിരിച്ച് എഴുതി കൊടുക്കുക. ഇനി ഇവിടെ വേർതിരിച്ച് തന്നത് നമ്മൾ എന്ത് ചെയ്യണം? ചേർത്ത് എഴുതണം. അപ്പോൾ ഐന് ഫസ്റ്റ് വരുമ്പം ഐന് നമ്മൾ പഠിച്ചില്ല, ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ അയിമിലോട് അള്ളിബ, അപ്പോൾ ഒക്കെ അതിനോട് ചേർത്ത് എഴുതുക അള്ളിബ. ഓക്കെ, ഉള്ളിടുക, ഫതഹിടുക, അള്ളിബ. ഇനിയാ സാറുൻ, സാൾ, അപ്പോൾ ഇടയിലാണ്. അപ്പോൾ അവിടെ ഇത് എഴുതുന്ന രീതി മനസ്സിലാക്കുക. റുൻ, റുൻ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതട്ടെ. ഞാൻ ഇവിടെ വൃത്തിയിൽ എഴുതുന്നൊന്നുമില്ല, അങ്ങനെ സ്ട്രൈറ്റിൽ പിടിച്ച് എഴുതുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. അടുത്തതാ സി ബ ഒൻ, അപ്പോൾ ബായിനോട് അവസാനിക്കുമ്പോൾ എഴുതുന്ന ആയിന്. ഓക്കെ, സി ബ ഓൻ, അയിമിലൂടെ എഴുതുക, സിബ് ഓൻ. പിന്നെ തഴുബു, അപ്പോൾ ഇവിടെ ചേർത്ത് എഴുതാൻ പറ്റുന്നതാണ് റു, പിന്നെ ബു.
തഅറുബു തഅറുബു. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതൊക്കെ വൃത്തിയിൽ എഴുതുക കേട്ടോ. അടുത്ത എന്താണ്, ഇതിൽ നിന്ന് വേർഡ്സുകൾ ഉണ്ടാക്കണം. ഇവിടെ അക്ഷരങ്ങളുണ്ട്, അത് ചേർത്തിട്ട് എന്തേതാ നമുക്ക് ഫസ്റ്റ് നമുക്ക് ല റ ബുൻ അത് ചേർത്തെഴുതി കൊടുക്കാം. ല റ ബുൻ എഴുതുക. പിന്നെ അടുത്തതാ, പിന്നെ നമുക്കതാ ആ റ ബുൻ അതും എഴുതാം. ഓ റബുൻ. ആ അപ്പോൾ ഒറ്റക്ക് എഴുതുമ്പോഴും ചേർത്ത് എഴുതുമ്പോഴും ഓ റ ബുൻ എഴുതാം. പിന്നെന്താണ്, ഹർബുൻ അത് എഴുതി കൊടുക്കാം. ഹർബുൻ അത് എഴുതാം. പിന്നെ ഒന്നും കൂടെ എഴുതണം. അടുത്തത് നമുക്ക് ഓറദുൻ അത് എഴുതി കൊടുക്കാം. ഓറദുൻ. അപ്പോൾ അതൊക്കെ ഇത് നമ്മൾ വേർഡ്സുകൾ ഉണ്ടാക്കി മനസ്സിലാക്കണം. ഇതുപോലെ എക്സാമിന് വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ ചേർത്ത് എഴുതുന്നത് ഒറ്റക്ക് എഴുതുമ്പോൾ നമ്മളത് എങ്ങനെ ആക്കും, എഴുതുമ്പോഴേ ചേർത്ത് എഴുതുമ്പോൾ അപ്പോൾ ഒക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക. ഇനി താഴെ നക്തുബ് നമുക്ക് എഴുതാനുള്ളത് വന്നിട്ടുണ്ട്. എന്താണ്, റഇബ. അപ്പോൾ അത് 1 മുതൽ 4 കള്ളിയിൽ ഓർഡറിൽ എഴുതുക. അടുത്ത് തബഈ പറഞ്ഞിട്ട് എഴുതുക. അടുത്തത് തഅറുബു പറഞ്ഞിട്ട് വേണം എഴുതാൻ. എന്നിട്ട് ഡിക്റ്റേഷനൊക്കെ എടുക്കുക. ഇത് എഴുതാൻ കഴിയുണ്ടോ നോക്കുക. ഐന് തഅറുബു എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഐനാണോ വരുന്നത് ഒക്കെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞ് പഠിക്കട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഐന്, ഇതിൽ ഐന് ഒക്കെ ഉച്ചാരണം നന്നായിട്ട് മനസ്സിലാക്കുക. ഐന് വരുന്ന ഉച്ചാരണം മനസ്സിലാക്കിയിട്ട് പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.